നമസ്കാരം. ഇന്ത്യൻ വ്യോമാതിർത്തി കടന്നുവരാൻ ശ്രമിക്കുന്ന ശത്രു വിമാനങ്ങളെ കിലോമീറ്ററുകൾക്ക് അപ്പുറം വെച്ച് തന്നെ ചാരമാക്കാൻ കെൽപ്പുള്ള ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമാണ് S-400 ട്രയംഫ് മിസൈൽ പ്രതിരോധ സംവിധാനം. കഴിഞ്ഞ വർഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങളെയും ഒരു നിരീക്ഷണ വിമാനത്തെയും തകർത്തെറിഞ്ഞ് S-400 അതിന്റെ കരുത്ത് തെളിയിച്ചതാണ്. എന്നാൽ ഈ വമ്പൻ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു പുതിയ തന്ത്രവുമായി വരികയാണ്. കൈവശമുള്ള പഴയ യുദ്ധവിമാനങ്ങളെ പൈലറ്റില്ലാത്ത ഹൈസ്പീഡ് ചാവേറുകളാക്കി മാറ്റാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നു. എന്താണ് ഈ സോംബി ജെറ്റുകൾ? ഇന്ത്യയുടെ പ്രതിരോധത്തെ ഇത് ബാധിക്കുമോ? നമുക്ക് നോക്കാം. വാർത്തകൾ പുറത്തുവരുന്നതനുസരിച്ച് പാകിസ്ഥാൻ വ്യോമസേന തങ്ങളുടെ വിരമിച്ച പഴയ F-7PG യുദ്ധവിമാനങ്ങളെയാണ് ഇത്തരത്തിൽ പരിഷ്കരിക്കുന്നത്. ചൈനീസ് നിർമ്മിതമായ ഈ വിമാനങ്ങൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. എന്നാൽ ഇവയെ വെറുതെ ആയുധപ്പുരയിൽ സൂക്ഷിക്കുന്നതിന് പകരം മിസൈലുകളെപ്പോലെ ഉപയോഗിക്കാനാണ് പാകിസ്ഥാന്റെ പ്ലാൻ. ഇന്ത്യയുടെ S-400 സംവിധാനത്തിന്റെ റഡാറുകളെയും മിസൈലുകളെയും കബളിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വിമാനത്തിലെ പൈലറ്റ് ഇരിക്കുന്ന ഭാഗവും മറ്റ് ജീവൻ രക്ഷാ സംവിധാനങ്ങളും ഒഴിവാക്കി പകരം അത്യാധുനിക നാവിഗേഷൻ സിസ്റ്റവും സ്ഫോടക വസ്തുക്കളും ഇതിൽ ഘടിപ്പിക്കും. അതായത് പൈലറ്റില്ലാത്ത ഒരു സൂപ്പർസോണിക് ചാവേർ വിമാനം. എന്തിനാണ് പാകിസ്ഥാൻ ഇത്തരമൊരു റിസ്ക് എടുക്കുന്നത്? ഉത്തരം ലളിതമാണ്. ഇന്ത്യയുടെ വ്യോമപ്രതിരോധം അത്രയ്ക്ക് ശക്തമാണ്. S-400 മിസൈലുകൾക്ക് 400 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർത്തെറിയാൻ കഴിയും. പാകിസ്ഥാന്റെ അത്യാധുനിക ജെറ്റുകളായ F-16 അല്ലെങ്കിൽ J-10C വിമാനങ്ങൾ അതിർത്തി കടന്നാൽ അവ ഉടൻ തന്നെ ഇന്ത്യയുടെ റഡാറുകളിൽ തെളിയും. വില കൂടിയ ഈ യുദ്ധവിമാനങ്ങളും മികച്ച പൈലറ്റുമാരെയും നഷ്ടപ്പെടുന്നത് പാകിസ്ഥാന് വലിയ സാമ്പത്തിക സൈനിക ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ഇവിടെയാണ് F-7 ചാവേറുകളുടെ പ്രസക്തി. ഇവയ്ക്ക് ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. സാധാരണ ഡ്രോണുകളെ വെടിവെച്ചിടുന്നത് പോലെ ഇവയെ എളുപ്പത്തിൽ തടയാൻ കഴിയില്ല. പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് ഒരു സാച്ചുറേഷൻ അറ്റാക്കാണ്. അതായത് ഒരേ സമയം 10-12 ഇത്തരം പഴയ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് അയക്കുന്നു എന്ന് കരുതുക. ഇവയെ തകർക്കാൻ ഇന്ത്യക്ക് വില കൂടിയ മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരും. S-400ന്റെ ഒരു മിസൈലിന് കോടിക്കണക്കിന് രൂപയാണ് വില. എന്നാൽ പാകിസ്ഥാൻ അയക്കുന്നതാകട്ടെ ഉപയോഗശൂന്യമായ പഴയ വിമാനങ്ങളും. ഇന്ത്യയുടെ മിസൈലുകൾ തീർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ റഡാറുകളെ ഈ സോംബി ജെറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്ത ശേഷം പാകിസ്ഥാന്റെ യഥാർത്ഥ യുദ്ധവിമാനങ്ങൾ പിന്നാലെ എത്തി ആക്രമണം നടത്താം എന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ. പാകിസ്ഥാന്റെ ഈ നീക്കം ഇന്ത്യ ഗൗരവത്തോടെയാണ് കാണുന്നത്. ചൈന നേരത്തെ തന്നെ തങ്ങളുടെ പഴയ J-6, J-7 വിമാനങ്ങളെ ഇത്തരത്തിൽ ഡ്രോണുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ ചുവട് പിടിച്ചാണ് പാകിസ്ഥാനും വരുന്നത്. എന്നാൽ ഇന്ത്യയും കൈകെട്ടി നോക്കിയിരിക്കുകയല്ല. ഇത്തരം താഴ്ന്നു പറക്കുന്നതും വേഗമേറിയതുമായ ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇന്ത്യയുടെ തദ്ദേശീയ മിസൈലായ ആകാശ് മിസൈലുകൾക്ക് കഴിയും. കൂടാതെ ഇസ്രയേൽ സാങ്കേതിക വിദ്യയിലുള്ള സ്പൈഡർ പ്രതിരോധ സംവിധാനവും ഇന്ത്യയുടെ കരുത്താണ്. ചുരുക്കത്തിൽ യുദ്ധതന്ത്രങ്ങൾ മാറുകയാണ്. പഴയ വിമാനങ്ങളെ മാരകായുധങ്ങളാക്കി മാറ്റുന്ന ഈ പരീക്ഷണം പാകിസ്ഥാന് എത്രത്തോളം വിജയം നൽകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എങ്കിലും ഇന്ത്യൻ സേന ഏതു തരത്തിലുള്ള വെല്ലുവിളിയെയും നേരിടാൻ സജ്ജമാണ്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.